കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. परिवार के संबंध टूट रहे हैं. ബന്ധങ്ങൾ നന്നാക്കിയെടുക്കണം. आप अपने संबंधों को बनाकर उठाएं. എന്താ ബന്ധങ്ങൾ നന്നാക്കിയെടുക്കാൻ കഴിയുന്നത്? क्यों आप अपने संबंधों को नहीं बना पा रहे? ഒന്ന്, ആശയവിനിമയം വീടിനകത്തുണ്ടാകണം. पहला, आपसी मेल मिलाप या तालमेल सही नहीं होना. പരസ്പരം സംസാരിക്കണം. परस्पर आप बात कर, ഇന്ന് വീടിനകത്ത് സംസാരം കുറവാ. क्योंकि घर में आजकल वार्तालाप कम होता है. കാര്യം ആളാം പ്രതി എല്ലാവർക്കും മൊബൈലുകളുണ്ട്. क्योंकि सभी व्यक्तियों के पास अपना अपना फोन है, इसलिए ഓരോരുത്തർ ഓരോ മൊബൈലുമായി ഓരോ സൈഡിലിരിക്കും. एक एक व्यक्ति अपना अपना मोबाइल लेकर एक कोने में बैठ जाता ആഹാരം കഴിക്കുമ്പോഴും മൊബൈലാ. है. खाना खाते समय मोबाइल, ഓരോ കാര്യത്തിനും മൊബൈൽ മാത്രം യൂസ് ചെയ്യുന്നു. एक एक कार्य में सिर्फ मोबाइल इस्तेमाल करना. ഞാൻ ദൈവമക്കളോട് പറയാം, पर मैं आज आपसे कहता हूँ, ആശയവിനിമയം ഇല്ല വീടുകളിൽ. अगर आप में तालमेल नहीं है ഇന്ന് നമ്മുടെ വീടിന്റെ ശാപം എന്ന് പറയുന്നത് तो घर का श्राप बोले तो ആശയവിനിമയം നഷ്ടപ്പെട്ടു എന്ന്. तालमेल सही नहीं होना है. അത് പിശാചിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. तो आपको शैतान को गुनाह അത് ठहराना नहीं. പിശാച് എന്ന് പറഞ്ഞ് ശാസിച്ചാ പോകുന്നതുമല്ല. शैतान को डांटने से भी कुछ नहीं होगा. നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കണം, हम दिल से समझना, എനിക്ക് निर्णय എന്റെ लेना. വീട്ടുകാരോട് സംസാരിക്കണം. मुझे मेरे घर वालों से बात करना है. ആശയവിനിമയം ഇല്ല പല വീടിലും. तालमेल नहीं है कहीं. സംസാരിക്കണം, बातें करना है, മനസ്സ് തുറന്ന് സംസാരിക്കണം, दिल खोल कर बात करना है. ആശയവിനിമയങ്ങൾ നടത്തണം. आप में तालमेल बैठाना है. പരസ്പരം സംസാരിക്കുമ്പോൾ പരിഹരിക്കപ്പെടാൻ കഴിയുന്നതേ ഉള്ളൂ നമ്മുടെ വിഷയങ്ങളൊക്കെ. हमारे विषय देखे तो आपस में बैठकर बात करने से समाप्त होने वाली बातें हैं सिर्फ. നമുക്ക് പലപ്പോഴും അതിന് സമയമില്ല. कई बातों में हमें उसमें विषय അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കുഴപ്പം.